ഈശോയിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നോമ്പിൻ്റെ 6ാമത്തെ ആഴ്ചയിലൂടെ ഞാനും നിങ്ങളൊക്കെ കടന്നു പോവുകയാണ്. അടുത്ത ആഴ്ച വലിയ ആഴ്ചയാണ്. നമുക്കൊരു ആത്മപരിശോധന നടത്താം. ജീവിതത്തിൽ എത്രയോ വലിയ ആഴ്ചകൾ കടന്നുപോയി. ഞാൻ പെട്ടെന്ന് വചനം ഓർക്കുന്നത് പ്രസംഗമില്ല എന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ശബ്ദം അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിലും ഇപ്പോൾ ബൈബിളും കൊണ്ടാണ് വന്നത്. അത് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്ങനെയാണ് എൻ്റെ പ്രത്യേകത? കാരണം ഇല്ല എന്നൊക്കെ തുടങ്ങുന്നിടത്ത് തമ്പുരാൻ തോന്നിച്ചാൽ പിന്നെ അവിടെ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തമ്പുരാൻ നൽകിയൊരു വചനം എങ്ങനെയാണ്? നമ്മളത് പാട്ടായിട്ട് പാടും. ജേസൻ ചേട്ടന് പാട്ട് അറിയുമെന്ന് അറിയില്ല, നമുക്കൊക്കെ അറിയാവുന്നൊരു പഴയ പാട്ടാണ്. അതിൻ്റെ വചനം എങ്ങനെയാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കിത് ധ്യാനിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ശ്രദ്ധിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാന്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ പണ്ടൊക്കെ പാടിയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്, ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവരെ, കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയും. നമുക്കൊക്കെ അറിയാം പാട്ട്, വളരെ മനോഹരമാണ്. ശാന്തതയിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പൊ നമുക്ക് പക്ഷിമൃഗാദികളെ വളർത്തുന്നതിലൊക്കെ നിയമം കർക്കശമാണ്. പക്ഷെ എന്നാൽ ഇതില്ലാത്തൊരു കാലഘട്ടത്തില്, എൻ്റെ പട്ടം കിട്ടിയ ആദ്യ നാളുകളിൽ എനിക്ക് പക്ഷിമൃഗാദികളോട് ഭയങ്കര ക്രേസാണ്. ഒരുപാട് പക്ഷികൾ, പട്ടികൾ, മൃഗങ്ങൾ, താത്ത, ലവ് ബേർഡ്സ്, ഫിഞ്ചസ്, വാത്ത, ഗിനി, കോഴി, ഇങ്ങനെ തുടങ്ങിയ എക്സെട്ര. ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. കുന്നംകുളത്തേക്ക് വരുമ്പോഴേ അതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ മൃഗങ്ങൾക്ക് അതിൽ കൂടുതൽ സ്നേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലായത് മുൻപ് എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അനുഭവങ്ങൾ മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ കൊച്ചനായിരിക്കുമ്പോൾ ആ പള്ളിയിലായിരുന്ന ഇടവകയിൽ വീടുവെഞ്ചിരിപ്പ് നടക്കുക. അങ്ങനെ അന്നത്തെ കൈക്കാരൻ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ വെഞ്ചരിക്കാൻ ചെന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷം. ആ വീട്ടുകാർക്ക് മക്കളുണ്ടായിരുന്നില്ല. ആ ചേട്ടനും ചേച്ചിക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ 2 പേര് അവിടെയേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞ വഴിക്ക് ചേട്ടൻ ഒരു ഡയലോഗാണ്, എന്നെ നോക്കിയിട്ടല്ല, ഞാൻ കേട്ടുള്ളൂ, ഞാൻ മുൻപിലാണല്ലോ, രൂപത്തിന് മുമ്പിലെ അവർ പിറകിലും, സ്തുതി കൊടുക്കടാന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ബന്ധുക്കളുടെ കുട്ടികളൊക്കെ കൂടെ വന്നിട്ടുണ്ടാകും, ഒരു റൂമിലുണ്ടാകും. അപ്പൊ ഏതായാലും അച്ഛൻ വന്നതല്ലേ, സ്തുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവും. ഞാൻ കുട്ടികളിൽ നിന്നും സ്തുതി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കാത്തു നിൽക്കുമ്പോൾ ഇതാ വരുന്നു അവിടുത്തെ വളർത്തുന്നായ ആ മറ്റേ പോമറേനിയൻ, ആ വെള്ളപ്പട്ടി. 2 കൈയും അതായത് മുമ്പിലത്തെ 2 കാലും പൊക്കി പിടിച്ച് 2 കാലും നടന്നു വരിക. ഞാനിങ്ങനെ വണ്ടറടിച്ചു പോയി. സ്തുതി കൊടുക്കടാന്ന് ഓർഡർ കേൾക്കുമ്പോൾ മനോഹരമായിട്ട് സ്തുതി കൊടുക്കുന്ന അവരുടെ വീട്ടിലെ വളർത്തുന്നായ. പിറ്റേ ആഴ്ച ഞായറാഴ്ചത്തെ എൻ്റെ പ്രസംഗത്തിലെ ഞാനിങ്ങനെ ഒരു ഡയലോഗ് തുടങ്ങിയത്, മക്കൾ സ്തുതി കൊടുക്കാത്ത കാലത്ത് പട്ടികൾ സ്തുതി കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. അതാണ് എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഇന്ന് ഓർക്കുക. വീണ്ടും പ്രിയമുള്ളവരെ, അയാളുടെ വകയിൽ തന്നെ അതൊരു ഗ്രാമപ്രദേശമാണ്, ഇപ്പോൾ ടൗൺഷിപ്പ് പോലെയായി. പക്ഷേ ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഈ തത്തകളോടൊക്കെ ക്രൈസാണ്, പക്ഷിമൃഗാദികൾ, അതിൻ്റെ ഒരു ക്രൈസായിരുന്നു ആദ്യ നാളിൽ. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവശത്തിരുന്ന തത്ത എന്നെ കണ്ടിട്ട് അടിപൊളിയായിട്ട് കൊന്ത ചെല്ലുക. സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയുമേ, എത്ര ക്ലാരിറ്റിയാണെന്നറിയോ. പക്ഷെ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം പാതി ഉറക്കത്തിലാണല്ലോ. പ്രിയമുള്ളവരെ, എനിക്ക് അത്ഭുതമായി. ഞാൻ അങ്ങനെ കേട്ടു. അപ്പൊ അവർ പറയുന്നതിനനുസരിച്ച് ഈ തത്ത റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഈ കൊന്ത മുഴുവൻ പഠിച്ചത്? ഒരു സ്വർഗസ്നായ പിതാവ് അല്ലെങ്കിൽ അമ്മ, അപ്പ എന്നൊക്കെ വിളിക്കാം, പക്ഷെ ആ കൊന്ത മുഴുവൻ മനോഹരമായിട്ട് ചെല്ലുന്ന തത്തേനെ ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ആഗ്രഹിച്ചൊന്നും കിട്ടിയിരുന്നെങ്കിൽ, കാരണം നമുക്ക് എളുപ്പമായി കൂട്ടിന് ഒരാളുണ്ടാവില്ല, പക്ഷെ അവർ കൊടുക്കില്ല എന്നാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, തമാശയ്ക്ക് പറയണതല്ല. ഞാൻ പറഞ്ഞു, അപ്പൊ അവർ പറഞ്ഞാ വൈകുന്നേരം ആകുമ്പോൾ പൂച്ചയുടെ ശല്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കാറാകുമ്പോഴേക്കും ഞങ്ങൾ വാതിൽ വിട്ടുമ്പോൾ ഇതിന് പിടിച്ച് ഞങ്ങൾ അകത്ത് വയ്ക്കും. ഈ കൊന്തയുടെ സമയത്ത് ഇത് ഇരുന്ന് കേൾക്കും. അവസാനം ഇത് മൊത്തം പഠിച്ചു. പ്രിയമുള്ളവരെ, ഇത് 2ാമത്തെ അനുഭവം. ഇനി കുടുംബാംഗം നല്ലതല്ലെങ്കിൽ അതും അവരിൽ പ്രകടമാകും. അതിന് മറ്റൊരു വേർഷനാണ് 3ാമത്തെ അനുഭവം. ഒരു വീട്ടുകാർ പറഞ്ഞു, അച്ഛന് തത്തയ്ക്ക് ക്രേസ് ഉണ്ടെന്ന് അറിയാം. പ്രിയമുള്ളവരെ, ഇത് റെക്കോർഡിംഗ് ആണെന്ന് അറിയാം, പക്ഷെ ഒരു 14 വർഷം മുമ്പുള്ള എൻ്റെ കൊച്ചച്ഛൻ്റെ അനുഭവമാണ്. അന്ന് വീടുകളിലൊക്കെ തത്തേനെ വളർത്തിയിരുന്നു. ആ സമയത്ത് ഈ ക്രേസ് മനസ്സിലാക്കിയിട്ട് അന്നൊരു തത്ത എനിക്കും ഉണ്ടായിരുന്നു.
അച്ഛാ തത്തേനെ വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം, കുഴപ്പമില്ലല്ലോ, കാരണം ഇത് തന്നെ ഒരു ക്രേസ് ആയതുകൊണ്ട് ഫ്രീ കിട്ടണതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ, മലയാളി എപ്പോഴും ഫ്രീ കിട്ടിയാൽ അവിടെ കന്നടിച്ച് കിടക്കും അല്ലേ. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കടയൊഴിപ്പിക്കൽ ലൂർദ് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോണ സമയത്ത് ഒരു 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 കടയുടെ പേരാണ് കടയൊഴിപ്പിക്കൽ. അങ്ങനെ 3 വർഷമായി കടയൊഴിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 3 ഷട്ടറായെന്ന് മാത്രം. അപ്പോൾ ഫ്രീ കിട്ടുന്നിടത്ത് മലയാളി. ഇപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ തത്തേനെ വാങ്ങിക്കാൻ പോകുമ്പോണ്ട് തത്ത എന്നെ കണ്ട വഴിക്ക് മൊത്തം തെറി. തമാശയല്ല, തെറിയുടെ അഭിഷേക. മലയാളിക്ക് എത്രയും പറയാൻ പറ്റില്ല, കാരണം വീട്ടിലെ അവിടുത്തെ അവസ്ഥകൾ കേട്ട് അത് പഠിച്ചതാ. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ തത്തനെ എനിക്ക് വേണ്ട, കാരണം ഈ തത്തേനൊക്കെ ഞാൻ പള്ളിയിൽ കൊണ്ടുവന്ന എൻ്റെ അടുത്തേക്ക് വിസിറ്റേഴ്സ് വരുമ്പോൾ തത്ത പറയുന്ന രംഗം കേട്ടാൽ എൻ്റെ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ ഇടവക ജനത്തിന് മനസ്സിലാവും. അച്ഛത്രയും അധപതിച്ചു പോയോ, ഇന്നലെ വരെ കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, വേറിട്ട് 3 അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നോക്കിയേ. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനെ അനുസരിക്കുന്നു, പക്ഷേ എൻ ജനം അനുസരിക്കാതെ പോകുക. യജമാനെ അനുസരിക്കുന്ന മൃഗങ്ങളുടെ മുൻപില് ഇന്ന് തമ്പുരാനാകുന്ന യജമാന്റെ മുൻപിലിരുന്ന് ഈ 6ാമത്തെ ആഴ്ചയിൽ നോമ്പിലെത്തി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആത്മപരിശോധന നടത്തണം. എത്രമാത്രം ഈ യജമാനെ അനുസരിക്കാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് വചനഭാഗം വായിച്ചു കേട്ടതാ. ഈ ചെറുപ്പത്തില് എൻ്റെ മറ്റൊരു ക്രൈസാണ്, വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ കോഴീനെ വളർത്തുക. ഇഷ്ടം പോലെ കോഴികളാ, പക്ഷെ അപ്പന്റെ അനുവാദം അല്ല, എൻ്റെ അനുവാദം വേണം. പെരുന്നാൾക്കൊരു കോഴിനെ കൊല്ലണമെങ്കിൽ എന്നോട് പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് വിഷമമാണ്. കാരണം വീട്ടിൽ 40, 50, 60 കോഴികളെ ഇങ്ങനെ എന്താണ് അടയിരിക്കുന്നു, അതിന് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ കൊല്ലാൻ അനുവദിക്കില്ല. ഒരു ദിവസം 30, 40 മുട്ടയൊക്കെ കിട്ടിയിരുന്ന കാലഘട്ടം. പ്രിയമുള്ളവരെ, കോളേജിലേക്ക് പോയപ്പോഴാണ് പിന്നെ ആ ഒരു പണി അവസാനിപ്പിച്ചത്. അത്രയും കോഴി. പിന്നെ 2 കോഴിക്കൂട്ടിലൊരു മൂർഖൻ വന്നു. അവസാനം കൊത്ത് ഭാഗ്യത്തിന് കിട്ടാതെ വന്നപ്പോൾ എന്നാണ് അമ്മ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ അടയിരുത്തുമ്പോഴൊക്കെ ഈ കോഴികളെ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നൊക്കെ വെറുതെ ഒന്ന് നിരീക്ഷിക്കണം. അവരവരുടെ പ്രത്യേക സ്വരം നോക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ തീറ്റയ്ക്ക് വേണ്ടി പുറത്തേക്ക് വരുന്നു. എന്നാൽ ഈ പരുന്ത് അല്ലെങ്കിൽ റാഞ്ചാൻ വരുമ്പോൾ ഒരു പ്രത്യേക സ്വരം, തള്ളക്കോഴി പുറപ്പെടുമ്പോൾ ഇതൊക്കെ അമ്മയുടെ ചിറകിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ പെടക്കോഴിനെ പോലും അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാലഘട്ടം വരെ ആ അമ്മയെ അനുസരിച്ച് വളരുക. പ്രിയമുള്ളവരെ, എന്നിട്ട് വചനം പറയാ, പ്രവാചകനിലൂടെ പറയാ, കാള തന്റെ യജമാനൻ, കഴുത തന്റെ യജമാനൊക്കെ അനുസരിക്കുന്നു, പക്ഷേ എൻ ജനം അനുസരിക്കാതെ പോകുക. ഇതാ പ്രിയമുള്ളവരെ ഈശോയുടെ വേദന. അതുകൊണ്ട് എന്താ വചനം പറയുന്നത്? ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനെ ഞാൻ എത്രയോ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. എത്രയോ കാലിടറിപ്പോയ നിമിഷങ്ങള്, എത്രയോ തകർന്ന് തരിപ്പണമായി പോയ നിമിഷങ്ങള്, അവിടെയൊക്കെ ദൈവം കരുതലോടെ കരം നീട്ടിട്ട് ചേർത്ത് പിടിച്ചത് കൊണ്ടല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഒരു പോറലുമില്ലാതെ ഒരു പിടികിട്ടാ പുള്ളിയായിട്ട് തമ്പുരാന്റെ മുൻപില് ഇന്നും ശാന്തമായിട്ട് പിരിക്കുന്നത്. ചുറ്റുപാടും പലരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് സംസാര വിഷയമാകുമ്പോ ഗൗരവമായ പാപം ചെയ്തിട്ടും വീണുപോയിട്ടും തമ്പുരാൻ ഒരു മറ പോലെ നമുക്ക് കരുതലായി കാവലായി നിന്നില്ലേ? പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ അവസാനത്തിലെ ഈശോയുടെ വേദന ഇത് തന്നെയാ. കഴുതയും കാളയൊക്കെ അനുസരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത, ഞാൻ പേര് ചൊല്ലി വിളിച്ച എന്റെ ജനം, എന്റെ മകൻ, മകൾ എന്നെ അനുസരിക്കുന്നില്ല. അനാദി മുതലേ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റാൻ അനേകം സാധ്യതകളെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചേക്കണത് അല്ലേ? ആണോ? അനേകം സാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ ബിജു ആലപ്പാടത്തിന് ഈ ബോഡി ഭൂമിയിലേക്ക് വരാൻ കാരണം എന്റെ അപ്പന്റെ അമ്മയുടെ സ്നേഹ. അമ്മയുടെ അണ്ടത്തിലേക്ക് അപ്പന്റെ ബീജങ്ങളിൽ ഒന്ന് തുളച്ചു കയറിയപ്പോ ഞാനുണ്ടായി. പക്ഷെ എത്രയോ ലക്ഷം ബീജങ്ങളാ ഈ അണ്ടത്തിലേക്ക് തുളച്ചു കയറാൻ മുന്നോട്ട് കുതിക്കുന്നത്. ആ ഒരു ബീജത്തിന് പകരം വേറെ ബീജമായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല സ്നേഹമുള്ളവരെ, നിങ്ങളില്ല. യെസ് ഓർ നോ? എന്നിട്ടും പറയാ വിലയില്ല, വിലകെട്ടവളാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോ ഓർക്കണം, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേരെ ഞാൻ എന്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. എന്നിട്ടും ഈ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ് ഈ ഭൂമിയിലേക്ക് എന്നെ പേര് ചൊല്ലി ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ആ അപ്പനെ അനുസരിക്കാൻ വേണ്ടി, ആ യജമാനെ കൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടിയാ. പക്ഷെ ഈശോ ഇന്ന് പറയുക വചനത്തിലൂടെ, എൻ ജനം അനുസരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എന്നിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? വചനം കൃത്യമായിട്ട് പറയുന്നു, ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന്
പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല. എന്നുവെച്ചാല് ഈ കർത്താവിന്റെ കരുണയിലേക്ക് തിരിച്ചു വരുന്നത് വരെ കർത്താവിന്റെ കരുണ എന്നെയും നിങ്ങളെയും തലോടില്ല. അതുകൊണ്ട് കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയമുള്ള യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ എങ്ങനെയാ? വരുവിൻ, നമുക്ക് രമിതപ്പെടാം. നിന്റെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും മഞ്ഞു പോലെ വെണ്മയുള്ളതായി തീരും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ തയ്യാറെങ്കിൽ നീ ഐശ്വര്യം കാണും. ഈ നോമ്പ് കാലത്തില് തമ്പുരാൻ കരുണയോടെയാ കരം നീട്ടുന്നത്. നീ അനുസരിക്കാൻ തയ്യാറാണോ? ഞാൻ നിന്നെ ഈ ലോകത്തിലേക്ക് ദൗത്യവുമായി അയച്ചിട്ട് നീ കാലിടറി പോയിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ബലഹീനതയിൽ വീണ് പോയിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ തിരിച്ചു വരാൻ നീ തയ്യാറാണോ? എങ്കിൽ നീ ഐശ്വര്യം ദർശിക്കും. എന്നാൽ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും. പ്രിയമുള്ളവരെ, കൃപ ചോർന്നു പോകും, കർത്താവ് കരം പിൻവലിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ എന്നും വ്യാമോഹിക്കരുത്. എന്തൊക്കെ തെറ്റ് ചെയ്താലും ഇതുവരെ ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ലോ എന്ന് വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് ദീർഘക്ഷമയുള്ളതുകൊണ്ടാ. കർത്താവിന്റെ നീതി സാവധാനമേ വരൂ, കർത്താവിന്റെ നീതി സാവധാനമേ വരും. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിലെ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാം. ഇടവകയിൽ ധ്യാനം, കുമ്പസാരത്തിനൊരുക്കം. ഞാൻ പറയുന്നു, ഈ വെള്ളിയാഴ്ച കർത്താവിന്റെ പീഡാനുഭവ മരണോത്ഥാനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ കരുണ സമൃദ്ധമായിട്ട് കിട്ടട്ടെ. ആ കരുണയും കീഴിൽ ആ കൃപയ്ക്കോട് ഒപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പണി എളുപ്പാന്നേ. ഇതുപോലെ ഞാൻ ഒരുങ്ങി വന്നതൊന്നുമല്ല. തമ്പുരാൻ തോന്നിക്കുന്നു, തോന്നലിൽ ഞാൻ അതരം തുറക്കുന്നു. അതരം തുറക്കുമ്പോൾ തമ്പുരാൻ സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ തമ്പുരാന്റെ വചനം എനിക്ക് കിട്ടുന്നു. പ്രിയമുള്ളവരെ, കൃപാധ്വാനിക്കും. തമ്പുരാനോടൊപ്പം നിന്നാ മതി. നീ കുടുംബം നോക്കുന്നവളാകാം, നീ പഠിക്കുന്നവരാകാം, നീ ജോലി മേഖലയാകാം, എന്തു ആയിക്കൊള്ളട്ടെ. എന്റെ അനുഭവത്തിൽ തൊട്ട് ഞാൻ പറയും, അവിടെ തമ്പുരാന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, നമുക്ക് പണി എളുപ്പാകും. എന്ത് വേണം? ഈ കർത്താവിന്റെ കരത്തിൻ കീഴിലേക്ക് കർത്താവ് ക്ഷണിക്കുക. വാ, ഈ കർത്താവിന്റെ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിൽക്കാൻ പഠിക്കുക. ആ കരുണയിലെ നീ അഭയം പ്രാപിക്കാൻ പഠിക്കുക. ഈ നോമ്പുകാലം അതിനെ ക്ഷണിക്കുക. എന്നിട്ട് കർത്താവ് വീണ്ടും ഓർമ്മപ്പെടുത്തുക, ഈ പക്ഷിമൃഗാദികളൊക്കെ അവർക്ക് ആത്മാവില്ല, ശരീരം മാത്രമേ ഉള്ളൂ, എന്നിട്ടും അത് യജമാനനെ അനുസരിക്കുന്നു. അടുത്ത നാൾ നമുക്കൊക്കെ വളർത്തുപട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ വിളിച്ച വിളിപ്പുറത്തുണ്ടെന്നേ. എത്രയോ താഴ്മയോടെ അവരനുസരിക്കുന്നത്. ഞാൻ അടുത്ത നാളുകൾ ഒരു വീഡിയോ കണ്ടത് എന്നെ കണ്ണു നനയിപ്പിച്ചു. യജമാനൻ ഈ നായയെ ഉപേക്ഷിക്കുക, എന്നിട്ട് വണ്ടിയിലൂടെ പോകുമ്പോ ഈ നായ അതേ സ്പീഡിൽ കുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടവരൊന്ന് കൈവയ്ക്കുകയെ? കണ്ടിട്ടുണ്ടല്ലേ? അവസാനം എന്തുണ്ടായി? ആ ഡ്രൈവർക്ക് മനസാക്ഷി തോന്നി, വണ്ടി നിർത്തി. ഉടനെ ആ ഡോർ തുറന്ന് കുത്തി ചവിട്ടി യജമാന്റെ അടുത്തേക്ക്. ഇതാണ് മൃഗത്തിന്റെ സ്നേഹം യജമാനോട്. എന്നിട്ട് ഈശോ പറയണേ, കാളതന്റെ ഉടയവരേ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയും നല്ലോ, എൻ ജനം അറിയും. ഈ കർത്താവിന്റെ വേദനയ്ക്ക് പരിഹാരമാകണം എന്റെ തിരിച്ചു വരവ്. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. ഈ ആകാശത്തിനും ഭൂമിയിലും ഇടയിലെ സൃഷ്ടിച്ച് പറഞ്ഞുവിട്ട പേര് ചൊല്ലി വിളിച്ചവരെ മനുഷ്യര്, ദൈവമക്കളാ നമ്മള്. പക്ഷെ കർത്താവിന്റെ വേദന പറയാൻ ഈ ഭൂമിയിലെ മക്കൾ വഴിവിട്ടു പോയത് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് പ്രവാചകനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു രോദനം കണക്കെ, ആകാശമേ നീ കേൾക്ക്, ഭൂമിയെ നീ ചെവി തരിക. എന്റെ മക്കള് പിഴച്ചുപോയി, വഴിതെറ്റിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തിയാക്കാതെ തന്നിഷ്ടപ്രകാരം പോയി. ഇതെന്നെ കുറിച്ചുള്ള വേദനയാണോ തമ്പുരാന്റെ? ആത്മപരിശോധന ചെയ്തേ. എന്നെ കുറിച്ചുള്ള തമ്പുരാന്റെ നിലവിളിയാണോ? ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു. അതെന്നെ കുറിച്ചുള്ള നിലവിളിയാണോ? ഈ നോമ്പ് കാലഘട്ടത്തിലെ പുണ്യങ്ങളുടെ വഴിയിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോ, കർത്താവിന്റെ കരത്തിന് കീഴിലേക്ക് ഞാൻ വരാൻ തുടങ്ങുമ്പോ, കർത്താവിന്റെ ദാഹം ശമിക്കാൻ തുടങ്ങും. നമുക്ക് ആഗ്രഹിക്കാം പുണ്യത്തിന്റെ വഴി, നന്മയുടെ വഴി. അതിനാൽ എന്ത് വേണം? ഈ ബെയിലിലെ ഒറ്റ കാര്യം മാത്രം, എന്നെ അലട്ടുന്ന തഴക്ക ദോഷം എന്താ? ഞാൻ അടിക്കടി വീണു പോകുന്ന പാപം ഏതാ? ആ സാഹചര്യം ഏതാ? നമുക്ക് ചിലപ്പോൾ ആഗ്രഹമുണ്ട് തിരിച്ചു വരാനായിട്ട്, പക്ഷെ പറ്റുന്നില്ല. ഈശോയ്ക്ക് കൊടുക്കുക. ഈശോയെ, ചിലപ്പോഴെങ്കിലും നിസ്സഹായനായി പോവുക, ഞാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, നിന്റെ കൃപ എനിക്ക് വേണം. ഈ നോമ്പുകാലത്തിന്റെ അവസാനത്തിലെ ഈ ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ഈശോയെ നിന്റെ കൃപ എനിക്ക് വേണം.
വിശുദ്ധിയിൽ ജീവിക്കാൻ, പാപത്തിന്റെ നടുവിലെ പുണ്യത്തിൽ ജീവിക്കാൻ ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് വേണം. നിന്റെ വീണു പോകുന്ന മേഖലകളെയും ഒപ്പം തന്നെ ആ പാപത്തിന്റെ മേഖലയിൽ നിന്നും തിരിച്ചു വരാൻ നീ ആഗ്രഹിക്കുന്ന പുണ്യത്തെയും ഇയാൾ തരയിൽ കൊടുക്കുക, ചോദിക്കുക. പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പുണ്യം നൽകപ്പെടാൻ പരിശുദ്ധാത്മാവ് വഴി കൃപ നൽകണമേ എന്നൊരു പ്രാർത്ഥനയോടെ, പരിശുദ്ധയുടെ വലിയ മാധ്യസ്ഥതയോടെ നമുക്ക് വിശുദ്ധ ബലി തുടരാം. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും.